LNP റിന്യൂവബിൾ സിസ്റ്റം ലിമിറ്റഡ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പൈത്തോൺ ബേസിക്സ് പാർട്ട് 8നെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പാർട്ട് 1 to 10 7 മിസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനൽ പൈത്തോൺ ബേസിക്സ് പാർട്ട് 1 to 10 മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് പാർട്ട് 8ൽ നമ്മൾ എന്ത് കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്, ഡിക്ഷണറി എന്താണ്, ഓക്കെ, എത്ര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിക്ഷണറി മെത്തേഡ്സ് പൈത്തോണിൽ അവൈലബിൾ ആയിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. സോ ഒരു ഡിക്ഷണറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഓർഡർഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ്. സ്പെസിഫിക്കലി അതിൽ കീസ് ഉണ്ടാവും, വാല്യൂസും പെയർ ആയിട്ടുണ്ടാവും. കീ എന്ന് പറയുന്നത് അതിന് യൂണിക് ഐഡന്റിഫയേഴ്സ് ആണ്, അതിൻ്റെ കൂടെ വാല്യൂസ് അസോസിയേറ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നോക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് വാല്യൂസ് അസൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. ദെൻ പ്രിന്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ആ വാല്യൂസിനെ നമ്മൾ അക്സസ് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ യൂസിങ് ഇൻ കീവേഡ്, ഓക്കെ, ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ ആ ഡിക്ഷണറിയിൽ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അതിനൊരു റിസൾട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ നോട്ട് ഇൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ആ കൺസേൺ ഡിക്ഷണറിൻ്റെ ഉള്ളിൽ ആ കൺസേൺ വേർഡ് ഉണ്ടായില്ലേ, അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ റിസൾട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ സി എന്ന് പറയുന്നത് സീന് അസോസിയേറ്റഡ് ഉള്ള വാല്യൂ 3 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇൻസ്റ്റെഡ് ഓഫ് സി ലെറ്റ് us give ഇ. ഓക്കെ, ഇറ്റ് വിൽ ബി 5. ഓക്കെ, ഇപ്പോൾ എ ഇൻ ഡിക്ഷണറി ഉണ്ടായില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് ടെല്ലിങ് ഇറ്റ് ഇസ് ട്രൂ. ബി ഈസ് നോട്ട് ഇൻ ദ ഡിക്ഷണറി. ഇറ്റ് ഇസ് ടെല്ലിങ് ഇറ്റ് ഇസ് ഫാൾസ് ബിക്കോസ് ഇറ്റ് ഇസ് ദെയർ ഇൻ ദ ലിസ്റ്റ്. സോ നൗ ലെറ്റ് us try to change it to എഫ്. let us try to run എഫ് അതിലില്ല, ഉറപ്പാണ്. ഓക്കെ, ഈ ഫംഗ്ഷനെ നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാം. ജി, ആ കണ്ടീഷൻ ഫാൾസ് ആണ്, കാരണം ജി എന്ന് പറയുന്ന ഒരു വാല്യൂ ഡിക്ഷണറിൻ്റെ ഉള്ളിലില്ല. ഓക്കെ, അടുത്തതായിട്ട് സെയിം പൈച്ചോം ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ആ എൻറ്റിയർ സ്ട്രിങ്സിന്റെ ഡിക്ഷണറിയിൽ ക്രിയേറ്റ് ചെയ്ത സ്ട്രിങ്സിന്റെ ലെങ്ത് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഡോട്ട് കീ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്, ഓക്കെ, യൂസിങ് ഫോർ ലൂപ്പ് നമ്മൾ എല്ലാ കീ വാല്യൂസും സെപ്പറേറ്റ് ലൈൻസിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, യൂസിങ് ഐറ്റം ഫംഗ്ഷൻ വെച്ചിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോർ ലൂപ്പ് നമ്മൾ ആ കീ വാല്യൂസിന് പ്രിന്റ് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്, ഓക്കെ, ആ ഡിക്ഷണറിയിലുള്ള പർട്ടിക്കുലർ കീനെ മാത്രം നമ്മൾ പുറത്തെടുത്ത് ഒരു ഔട്ട്പുട്ടായിട്ട് നോക്കാൻ പോകുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. സോ അതിന്റെ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ പൈച്ചാം കൺസോളിലാണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യാൻ പോകുന്നത്. ഇത് എറർ വരുന്നത് ഭയങ്കര സിമ്പിളാണ്. ഫോറിന് ശേഷം നമ്മൾ എപ്പോൾ പ്രിന്റ് യൂസ് ചെയ്താലും ഒരു സ്പേസ് വിട്ടിട്ടാണ് പ്രിന്റിനെ നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ എൻറ്റയർ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്ന ആ എൻറ്റയർ ഫേമസ് സോങ്ങിൽ കൊടുത്തിരുന്ന ലിസ്റ്റിൽ കൊടുത്തിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് യൂസിങ് കീ ഓപ്പറേഷൻ കൺസേൺ വാല്യൂവിന് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ യൂസിങ് ലെങ്ത് ഓപ്പറേഷൻ ടോട്ടലാ എന്തൊക്കെ വാല്യൂസ് ഇതിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് നമ്മൾ ഇതിൽ നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ശരിക്കും പറഞ്ഞാൽ യൂസിങ് ഫോർ ലൂപ്പ്, ഓക്കെ, രണ്ട് സ്ഥലത്ത് ഫോർ ലൂപ്പ് ആൻഡ് ഇൻ ഫംഗ്ഷൻ നമ്മൾ ആ കൺസേൺ വാല്യൂസിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് മറ്റൊരു എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കുറേ ആൽഫബറ്റ്സ് ഒരു ഡിക്ഷണറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ആ ഒவ்வொരു ആൽഫബറ്റ്സിന്റെ കൂടെ കോൺസണന്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് റിപ്പീറ്റ് ആവണം. ഓക്കെ, ഇതിനെ വന്നിട്ട് അതേപോലെ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ കൺസേൺ ലിസ്റ്റിൽ ഉള്ള കീസും അതിന്റെ വാല്യൂസിനെയും, ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് അക്സസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. അതേപോലെ യൂസിങ് പോപ്പ് ഐറ്റം വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് കീനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇത് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് നോക്കാം. സോ അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിനെ നമ്മൾ പൈച്ചാം കൺസോളിൽ ഇട്ട് വെരിഫൈ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ ആൽഫബറ്റ്സ് കുറെ കൊടുത്തിട്ടുള്ള കാരണം അതെല്ലാം ഇൻക്ലൂഡിങ് കോൺസണന്റ് എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ആയിട്ട് അതിൽ വരുന്നുണ്ട്. ഈ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ട്രൈ ടു ചേഞ്ച് ഇറ്റ് ആസ് ABCD അലോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നുണ്ട്, ABCD എന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസിങ് പോപ്പ് അപ്പ് ഓപ്പറേഷൻ മെക്ഡൊണാൾഡ്സിനെ ആക്സസ് ചെയ്തപ്പോൾ അതിൻ്റെ ഈക്വലൻ ബിഗ് മാക് എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിക്കൻ ഫില്ലിനെ വന്നിട്ട് ഇൻസ്റ്റെഡ് ഓഫ് മെക്ഡൊണാൾഡ്സ് കൊടുത്ത് നോക്കാം. സോ ലെറ്റ് us വെരിഫൈ വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് വി ആർ ഗെറ്റിംഗ്. സോ ചിക്കൻ ഫില ലിസ്റ്റിൽ കീക്ക് അസൈൻ ആയിരുന്ന വാല്യൂ ഒറിജിനൽ ചിക്കൻ സാൻഡ്വിച്ച് ആണ്, അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്നുണ്ട്. സോ ഇതുമാതിരി ഒരു ചെറിയ ചെറിയ പ്രോഗ്രാംസിനെ വന്നിട്ട് നിങ്ങളായിട്ട് ചേഞ്ച് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് നോക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ 2 ഡിക്ഷണറി ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് യൂസിങ് അപ്ഡേറ്റ്. ഓക്കെ, നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കോപ്പി ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റിൽ ഒരു ഡിക്ഷണറിയിൽ ഉണ്ടായിരുന്ന വാല്യൂസിനെ മറ്റൊരു ഡിക്ഷണറിയിൽ നമ്മൾ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഫൈനലായിട്ട് ക്ലിയർ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഡിക്ഷണറിയിലുള്ള വാല്യൂസിനെ നമ്മൾ ലിസ്റ്റിലുള്ള വാല്യൂസിനെ എം ടി ചെയ്തിട്ട് ഫൈനലായിട്ട് ഒരു ഔട്ട്പുട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകും. ഓക്കെ, സോ ഇതിൽ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇന്റർനെറ്റ് സെലിബ്രിറ്റീസ് നമ്മൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത്, അടുത്തത് അനദർ വൺ എന്ന് പറഞ്ഞ് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സെലിബ്രിറ്റീസിന് അനദർ വണ്ണിന്റെ വാല്യൂസിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം സ്രോഡ് ആൻഡ് ട്വിച്ചും ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത്. ഓക്കെ, അടുത്തതായിട്ട് യൂസിങ് കോപ്പി ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് സെലിബ്രിറ്റീസിന് ഉള്ള വാല്യൂസ് എല്ലാത്തിനെയും ഗെയിമറിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റ് സെലിബ്രിറ്റീസിലുള്ള എല്ലാ വാല്യൂവിനെയും നമ്മൾ ക്ലിയർ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് സെലിബ്രിറ്റീസിനെ പ്രിന്റ് ചെയ്താൽ നമുക്ക് എം ടി ആയിട്ടാണ് കിട്ടും, കാരണം നമ്മൾ ക്ലിയർ ഓപ്പറേഷൻ യൂസ് ചെയ്ത് തന്നെ ക്ലിയർ ചെയ്ത്. അതേമാതിരി ഗെയിമർ ഓപ്പറേഷൻ നോക്കുമ്പോൾ ഓൾറെഡി നമ്മൾ കോപ്പി ഓപ്പറേഷൻ പെർഫോം ചെയ്ത കാരണം ഗെയിമറിനെ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് സെലിബ്രിറ്റീസിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരും. നന്ദി. മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ബേസിക്സ് പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ട്രെയിനിങ് അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ ചെയ്തു തരാൻ പറ്റും. അതേപോലെ നിങ്ങൾ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം, പ്രത്യേകിച്ച് സീമെൻസ് ആലൻബർഡി ഡെൽറ്റ PLC പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ഒരു പ്രവാസിയായിട്ട് GCC കൺട്രിയിൽ പണിയിരിക്കേണ്ട, എസ്പെഷ്യലി ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റം, ആക്സസ് കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക്കലിന്റെ ബേസിക്കിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അത് റിലേറ്റഡ് ട്രെയിനിങ് വിത്ത് സർട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ വരെ അവൈലബിൾ ഇല്ലാതെ ഒരു സ്ഥലത്ത് സോളാർ DC ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ക്രോപ്സിനെ വൈൽഡ് ആനിമൽസിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഡ് ഓഫ് ഗോയിങ് ഫോർ സോളാർ ഫെൻസിങ്, ഇലക്ട്രിക്കൽ ഫെൻസിങ്, നിങ്ങൾ സോളാർ ഫെൻസിങ് ചെയ്യാൻ പറ്റും. ആ സോളാർ ഫെൻസിംഗ് ആവശ്യമുള്ള എക്യുപ്മെന്റ് കിറ്റായിട്ട് ഞങ്ങൾ ചെയ്തു തരാം. അതേപോലെ സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ, സോളാർ സ്റ്റഡി, സോളാർ പമ്പ് സർവീസിന് ആവശ്യമുള്ള ഡിസൈൻ, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ്, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാൻ പറ്റും. നന്ദി.